എന്താണ് മാവേലി? അളിയ നിനക്ക് ശരിക്കും എന്നെ കാണാൻ പറ്റില്ലടേ. നിങ്ങള് പാതാളത്തിലേക്ക് പോകുമ്പോ ഈ പ്രാവശ്യം ഞാനും കൂടി അങ്ങോട്ട് വന്നാലോ? നമുക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. കറക്റ്റാട്ടോ. നമ്മള് ശരിക്കും ഒരമ്മ പ്രസവിച്ച മക്കളെ മാതിരിയാ. ലുക്കിലും ഒരേമാതിരി, സ്വഭാവം അങ്ങനെ തെണ്ടികൾക്ക് ഒരേമാതിരി, വിശക്കലാണെങ്കിൽ നമുക്ക് വിശക്കുന്നുണ്ട് ഒരേമാതിരി തന്നെ. നാം എന്ന് അഭിസംബോധന ചെയ്തത് ഞങ്ങള് രാജാക്കന്മാരായതുകൊണ്ടാണ്. എന്തായാലും വേണ്ടിയില്ല. അപ്പം പറഞ്ഞത് കറക്റ്റാണ്. എനിക്ക് വിശക്കുന്നുണ്ട്. ഇവിടെ ഒരു ഉസ്മാൻ ഖാന്റെ ചായപ്പീടി ഉണ്ട്. നല്ല പൊള്ളിച്ച ബീഫ് ഫ്രൈയും പൊറോട്ടയും ഉണ്ട്. ഒരു പോയി കഴിക്കാം. അയ്യോ, അങ്ങനത്തെ ഭക്ഷണമൊന്നും നമുക്ക് കഴിക്കാൻ പാടില്ല. നമുക്ക് വല്ല പച്ചക്കറികളോ പഴങ്ങളോ അങ്ങനെ എന്തെങ്കിലും ചെറിയ ലഘുഭക്ഷണങ്ങൾ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. നിങ്ങളെ കാര്യം പറഞ്ഞ പോലെ നമുക്കെന്ന് പറയണത് എന്തിനാണ്? എനിക്ക് കഴിക്കാൻ പറ്റൂ ഇതൊക്കെ. എല്ലാവരും ഇറക്കി എന്താ പറഞ്ഞ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും അല്ലേ? അതെ, അങ്ങനത്തെ ഭക്ഷണങ്ങളാണ് നമ്മൾ കഴിക്കുന്നത്. നിങ്ങൾ എത്ര ദിവസം ഇവിടെ പരകളില് എല്ലാം ലീവില്ലേ? നിങ്ങൾ ഭൂമിയിൽ എത്ര ദിവസം ഉണ്ടാവുന്ന പറഞ്ഞ ഇവിടെ? അത് നമ്മൾ 10 ദിവസം. 5 ദിവസം ഇവിടുത്തെ പഴവർഗ്ഗങ്ങളും പച്ചക്കറിയും കഴിച്ചാലേ ക്യാൻസർ ഒന്ന് തട്ടിപ്പോ മുരളി. അല്ല മാവേലി, ക്യാൻസർ വരൂ. അതെങ്ങനെ ക്യാൻസർ വരുന്നത്? ഈ പഴങ്ങളിലും പച്ചക്കറികളിലും ഒക്കെ വിഷം നിറച്ചിട്ടുണ്ട് ആളുകള്. എങ്ങനെ? വിഷം കുത്തി വെക്കുന്നുണ്ട് ഇതിലൊക്കെ. ഈശ്വര, ഭക്ഷണത്തിൽ വിഷമോ? ഭക്ഷണത്തിൽ വിഷം കലർത്തിയാൽ ദൈവം പോലും പൊറുക്കില്ല. കോഴിക്കോളി എന്ത് ദൈവം വന്നിക്കണ്? എന്താ ഇവിടെ ദൈവത്തിനെ വിറ്റ് പൈസ ആക്കണ ആൾക്കാരാ അവിടെ ഉള്ളത്. അറിയില്ല നിങ്ങക്ക്? എന്റെ ഒരു കമ്പനിക്കാരന്റെ വീട്ടിൽ കഴിഞ്ഞ ആഴ്ച സംഭവിച്ച കഥ അറിയാം നിങ്ങക്ക്? ഇല്ല. വരി പറഞ്ഞുതരാം. എല്ലാ മാസവും കഷ്ടപ്പാടാണ്, കെട്ടിയോനാണ് പണിയില്ല. ക്യാഷും റേഷനും ക്യാഷും വേഷവും വേഷാത്തരണേ നീ ഭഗവാനെ. കൃഷ്ണ, ഗുരുവായൂരപ്പ, എന്റെ തൊണ്ടേന്ന് വീണ വെള്ളി കുറച്ച് സ്വർണ്ണമാക്കി എന്റെ കൈത്തണ്ടയിൽ തന്നൂടായിരുന്നു നിനക്ക്? നീ വെള്ളി അടിപ്പിച്ചിട്ട് ഇരുട്ടത്ത് നിന്ന് ചിരിക്കല്ലേ? എനിക്ക് കാണണ്ട ഈ മുഖം. സുഗന്ധി, കൃഷ്ണ, നീ എന്റെ വിളി കേട്ടോ? വാ, എന്റെ മുന്നിലേക്ക് വാ. ഞാൻ ബിജുവാണ്. ബിജുവോ? അതേത് ദൈവം? ഓ പെണ്ണെ, ഞാൻ നിന്റെ കർത്താവാ. അല്ല, നിന്റെ ഭർത്താവാ. അയ്യേ, നിങ്ങളായിരുന്നോ? കണ്ണനെ പ്രാർത്ഥിച്ചപ്പോ കള്ളനാണല്ലോ വന്നത് എന്റെ കൃഷ്ണ. നിങ്ങൾ ഇന്നും പണിക്ക് പോയില്ലേ മനുഷ്യ? ഇന്ന് ഞാൻ താമസിച്ചു പോയി. അപ്പൊ ഇന്നലെയോ? അല്ല, അത് പിന്നെ ഇന്നലെ ബസ് നേരത്തെ അങ്ങ് പോയി. എന്റെ ഭഗവാനെ, ഇങ്ങേർക്ക് ജോലി ചെയ്യാനുള്ളൊരു മനസ്സുണ്ടാക്കി കൊടുത്ത അങ്ങ് പളനി പോയി തല മൊട്ടയടിച്ച് ശൂലവും കുത്തി 101 തവണ ശയന പ്രദക്ഷിണവും നടത്തിയേക്കാവേ. അയ്യേ സുഗന്ധി, എടി അങ്ങനെയൊക്കെ ചെയ്താൽ നിന്നെ കാണാൻ ഒരു ഭംഗിയും കാണൂല. അതിനിതൊന്നും ഞാനല്ലല്ലോ ചെയ്യുന്നത്, നിങ്ങളല്ലേ? അതൊക്കെ പോട്ട്. നിന്റെ കയ്യിലെ? എന്റെ കയ്യില് കുരു. മൂട് കളയില്ലേ സുഗന്ധി? ബിജേട്ടാ, ചുമ്മാരി ബിജേട്ടാ. സുഗന്ധി, ചുമ്മാരി ബിജേട്ടാ. നിന്റെ കയ്യിലെ? ബിജേട്ടാ പേഴ്സ്. നിന്റെ കയ്യിലെ? എന്റെ കയ്യില്? നിന്റെ കയ്യില്? പറ ബിജേട്ടാ, എന്റെ കയ്യില് ഒരു 15,000 രൂപ എടുക്കാൻ കാണുമോ? ഞാൻ കാശ് തരില്ല. നിന്റെ കഴുത്തിൽ താലി കെട്ടിയ ഭർത്താവാ ഞാൻ. കാശിയാടി. താലി കെട്ടിപ്പോലും താലി ഭൂതക്കണ്ണാടി വെച്ച് നോക്കണം ആ താലി കാണണമെങ്കിൽ. എന്റെ കൃഷ്ണ, ഒരു പെണ്ണുങ്ങള് കഴുത്തിലിട്ടോണ്ട് നടക്കുന്ന താലി ഒന്ന് കാണണം. ദോശക്കല്ലിന്റെ അത്രയുണ്ട്. ഓ, അത് കാണുമ്പോ എനിക്ക് പൊട്ടിച്ചോണ്ട് ഓടാൻ തോന്നും. ഓടുവടി, നീ ഓടും. എടി, നിന്നെ കെട്ടാൻ വന്നപ്പോൾ അവിടുത്തെ നാട്ടുകാർ പറഞ്ഞു നീ നല്ല ഓട്ടക്കാരിയാണെന്ന്. എന്നെ കുറിച്ച് വല്ലതും പറഞ്ഞാണല്ലോ? നിന്നെ മാത്രമല്ല നിന്റെ വീട്ടുകാരെ പറയും. വീട്ടുകാരെ വല്ലതും പറഞ്ഞാണല്ലോ? എന്റെ ദൈവമേ, ഞാൻ അറിഞ്ഞു പ്രാകും. എടി സുഗന്ധിയേ, എടി സുഗന്ധി പെണ്ണേ, നീ എന്താണ് അയൽക്കൂട്ടത്തിന് വരാതിരുന്നത്? അയ്യാ, വന്നോണ്ടാലും മതി. അതിനത് അയൽക്കൂട്ടം അല്ലല്ലോ, അഴുക്കക്കൂട്ടങ്ങളല്ലേ. നീ വരാതിരുന്നപ്പോ ആ മോളിപ്പെണ്ണും മഞ്ജുപ്പെണ്ണും നിന്നെ പറ്റി എന്തുമാത്രം കുറ്റം പറഞ്ഞെന്നറിയാവാ? നിനക്കാ വടക്കേലെ വാസുമായിട്ട് എന്തോ ബന്ധമുണ്ടെന്നോ, തെക്കേലെ വറീതുമായിട്ട് എന്തൊക്കെയോ സെറ്റപ്പ് ഉണ്ടെന്നോ, അങ്ങനെ എന്തൊക്കെയാ പറയുന്നത് കേട്ട്. ആര് വേണോ എന്നെ കുറിച്ച് എന്തോ പറഞ്ഞോട്ടെ, ചേച്ചി എന്നെ കുറിച്ച് ഒന്നും പറഞ്ഞില്ലല്ലോ, എനിക്ക് അത് മതി. സത്യത്തിൽ നിനക്കാ വറീതുമായിട്ട് എന്തെങ്കിലും സെറ്റപ്പ് ഉണ്ടാ? എന്താ ഇവിടെ പ്രശ്നം? നിൽക്കുന്നുണ്ടല്ലോ
വിഷമല്ലേ? വിഷമായത് വിഷം. കൂർക്കപ്പാമ്പ് വരെ വിഷം റീചാർജ് ചെയ്യുന്നത് ഇവരുടെ ആഹാ. ഒരു സന്തോഷ വർത്താനം പറയാൻ വേണ്ടി ഞാൻ കേറി വന്നപ്പോ നീ എന്റെ അടുത്ത് യുദ്ധം ചെയ്യുന്ന. ഞാൻ പോണ്. ഇങ്ങനെ അങ്ങ് പോവല്ലേ? സന്തോഷ വർത്തമാനം എന്താന്ന് വെച്ചാ പറഞ്ഞേച്ചും പോ. ആ അത് വേറൊന്നുമല്ല. ഡി സുഗന്ധിയെ, നീ കെട്ടിയ ചിട്ടിയില്ലേ, അത് നിനക്ക് കിട്ടി. ചിട്ടി പൊട്ടിയോ? ഓ അതല്ലട പൊട്ട, നിന്റെ കെട്ടിയോക്ക് ചിട്ടി കിട്ടിയെന്ന്. ഇങ്ങനെ ഒരു വട്ടൻ. ഞാൻ നിങ്ങളുടെ ചിട്ടിക്കാശ്. അയ്യോ എന്റെ ചിട്ടി, എന്റെ ചിട്ടി, അയ്യോ എന്റെ കിട്ടി, എന്റെ ചിട്ടി. ഓ എന്റെ കൃഷ്ണ. സ്വർഗത്തിലോ നമ്മൾ സ്വപ്നത്തിലോ സങ്കൽപ്പ ഗന്ധർവലോകത്തിലോ ദീപങ്ങളോ മണ്ണിൻ താരങ്ങളോ നാദങ്ങളോ ദേവരാഗങ്ങളോ ഇനിയെങ്കിലും ആ 15,000 രൂപ ഒന്ന് താടി. 15,000? 15,000 അല്ല, 15,000. വെറും 15,000. 15,000 പോട്ടൊരു ചില്ലി ചിക്കൻ ഞാൻ തരില്ല. ചില്ലി ചിക്കനാ? ചില്ലി കാശ് ഞാൻ തരില്ലാന്ന്. ഇതെനിക്ക് എന്റെ കൃഷ്ണൻ തന്നതാ. ഇവളല്ല, ഇവളുടെ അപ്പന്റെ കയ്യിൽ നിന്ന് ഞാൻ കാശ് മേടിക്കും. പണിയുണ്ട്. ഹലോ, അല്ലല്ല, കാര്യപ്പെട്ട് രായ സ്പീക്കിംഗ്. എന്താ വിളിച്ച? അളിയ രായ, നീ എത്രയും പെട്ടെന്ന് ശ്രീകൃഷ്ണന്റെ വേഷം കെട്ടി എന്റെ വീട്ടിലോട്ട് വരണം. ശശിയണ്ണ, നിങ്ങളിപ്പോ പോ. അണ്ണുണ്ട്, വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്. ഞാൻ ദൈവമാണ്. ശശിയണ്ണ, നിങ്ങൾ എനിക്ക് ദൈവത്തെ പോലൊക്കെ തന്നെയാണ്. പക്ഷെ ഇന്ന് ബിജുവണ്ണ ഉണ്ട്, പോയിട്ട് വെള്ളിയാഴ്ച വരും. ഇങ്ങോട്ട് നോക്കൂ, നാം ശരിക്കും ദൈവമാണ്. അമ്മയാണ്, സത്യമായിട്ട് ഞാൻ കൃഷ്ണനാണ്. സംശയം തൊട്ട് നോക്ക്. ശരിക്കും കൃഷ്ണനോ? ശരിക്കും കൃഷ്ണനല്ല, ശ്രീകൃഷ്ണൻ. അയ്യോ, അപ്പൊ വന്നൂല്ലേ? കാണാമെന്നൂല്ലേ? ഞാൻ കള്ളനൊന്നും അല്ലത്. കൃഷ്ണൻ, ശരിക്കും കൃഷ്ണൻ. ഓ എന്റെ കൃഷ്ണൻ. എന്റെ കൃഷ്ണൻ വന്നൂല്ലേ? എന്നെ കാണാൻ വന്നൂല്ലേ? അയ്യോ, ഞാനിത് ആരോടാ ഒന്ന് പറയാ? പറയില്ലേ? അയ്യോ എന്റെ കൃഷ്ണ, അങ്ങേക്ക് ഞാൻ എന്താ തരേണ്ടത്? വെണ്ണ എടുക്കട്ടെ? വെണ്ണ വേണ്ട, കൊളസ്ട്രോൾ ആണ്. എന്നാൽ അവിലും മലരും. അഖില് മലരുമെങ്കിൽ ഞാൻ ഡൈവ് അടിക്കും. അയ്യോ ബിജുവേട്ടാ, ഒന്ന് ഓടി വാ. നമ്മുടെ വീട്ടിൽ ദൈവം വന്നു. അയ്യോ ദൈവം വന്നു. എന്താ 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 ഇവിടെ ഒരു പ്രശ്നം? ദേ എന്റെ കണ്ണൻ. നിന്റെ അണ്ണനാ? എവിടെ? അണ്ണനല്ല, കണ്ണൻ. ഓ കണ്ണ് തുറന്നു നോക്ക് മനുഷ്യ, ദാ നിൽക്കുന്നു. നിനക്കെന്തരടി വട്ട? നോക്ക്, ഇവിടെ ഇല്ല, ഇവിടെ ഇല്ല, ഇവിടെ ഇല്ല, ഇവിടെ ഇല്ല. നോക്ക്, നിനക്ക് വട്ട്. എന്റെ കൃഷ്ണ, എന്റെ ബിജോണിനെ അങ്ങേ കാണാൻ കഴിയുന്നില്ലെന്ന്. ഇനി ഞാൻ എന്ത് ചെയ്യും? ഓ നിങ്ങൾക്ക് ദൈവത്തിന് വിശ്വാസം ഇല്ലാത്തത് കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? അളിയ, നിനക്ക് ശരിക്കും എന്നെ കാണാൻ പറ്റില്ലേ? ഭവതിയുടെ കുഞ്ഞാടിന് എന്നിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് ഭവതിയുടെ കുഞ്ഞാടിന് എന്നെ കാണാൻ സാധിക്കാത്തത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിൽ അവനിലേക്ക് കടന്നു വന്ന സാത്താന്റെ സന്തതി. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കൃഷ്ണ, ഗുരുവായൂരപ്പ സ്വത്രം. ഭവതി ഒരു കാര്യം ചെയ്യൂ. ഭവതിയുടെ ദേഹത്ത് സർഫിട്ടുകൊണ്ട് എന്തോന്ന്? തൊട്ടുകൊണ്ട് എന്നെ ദർശിക്കാൻ പറയൂ, അപ്പോ കാണാം. അയ്യോ കൃഷ്ണൻ, അയ്യോ കൃഷ്ണൻ, ഭഗവാനെ. അയ്യോ പോയി, കൃഷ്ണൻ പോയി. കൃഷ്ണ എവിടെ? ഓ എന്നെ തൊട്ടുകൊണ്ട് നോക്ക് മനുഷ്യ, അപ്പൊ ദൈവത്തെ കാണാം. കണ്ടു 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 കണ്ടു. കൃഷ്ണന് മൊബൈലോ? ഇവിടെ പിച്ചക്കാരന് വരെ മൊബൈലുണ്ട്, പിന്നെന്ത് എനിക്കായ? ഹലോ എടാ, 5 കയ്യാലിന് ഒരു മക്കാടേ ഉള്ളൂ, അതുകൊണ്ട് നീ നോക്കി ചെയ്തോണം. 5 മൈക്കാടോ? ഒരു കയ്യാളോ? 5 കയ്യാള് പഞ്ചപാണ്ഡവര്, മക്കാട് നമ്മുടെ പാഞ്ചാലി. എടാ, പൈസ വൈകുന്നേരം കണ്ണ് കണ്ടുകൂടാത്ത കൺട്രാക്ടിന്റെ ചോദിച്ചാൽ മതി, തരും. കൺട്രാക്കോ? അയ്യോ കൺട്രാക്ടല്ല, സരസ്വതിയെ കിടക്കണ ഋതരാഷ്ട്രത്. അയ്യോ
ദൈവം എന്തോ ഇങ്ങനെ ജഗദീഷിനെ പോലെ ചിരിക്കുന്നേ? ജഗദീശ്വരനാണ്. ദൈവത്തിന് എന്താ വേണ്ടെന്ന് ചോദിക്ക്. ആദ്യമായിട്ട് ദൈവം വീട്ടിൽ വന്ന് കയറിയതാണ്. ചോദിക്ക്. കൃഷ്ണ, അങ്ങക്ക് എന്താ ഇപ്പൊ ഞാൻ തരേണ്ടത്? ഭവതി, പാവങ്ങളെ സഹായിക്കാൻ എനിക്ക് കുറച്ച് പണം വേണം. ക്യാഷ്. അങ്ങക്ക് പണം വേണമെന്നോ? എത്രയാ വേണ്ടത്? എത്രയാണ് വേണ്ടത്? 15,000. 20,000 രൂപ. 20,000 അല്ല, 15,000. 5,000 എനിക്ക് കമ്മീഷൻ. ശരി, ഞാൻ ഇപ്പൊ പോയി എടുത്തോണ്ട് വരാം. അങ്ങനെ ആകട്ടെ മാതേ. വേഗം പോ എടുത്തോണ്ടാ. തെണ്ടി എടാ, 15,000 ചോദിക്കാൻ പറഞ്ഞപ്പോ നീ 20,000 ചോദിച്ചല്ലടാ. അതൊരു ആവേശത്തിൽ ചോദിച്ചു പോയതാണ്. സോറി ശക്തിമാൻ. ആളെ അവള് പറഞ്ഞു. അയ്യോ കൃഷ്ണ, ദാ മതിയോ കൃഷ്ണ? മതി. എന്നാ പിന്നെ നാം അങ്ങോട്ട് പോയിക്കോട്ടെ. കൃഷ്ണ, അങ്ങ് പോവാണോ? എനിക്ക് കണ്ടു കൊതി തീർന്നില്ല. എന്നെ വിട്ടു പോവല്ലേ എന്റെ കൃഷ്ണ. രാധതൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ? ഞാൻ പോവില്ല. ഭക്ത വീട്ടിൽ ഞാൻ പോവില്ല. അമ്മയുടെ പോവില്ലേ? പോവില്ല. കൃഷ്ണൻ പോണം. നീ പോണം. ഭക്തിക്ക് ഭക്തി ഒരുപാട് വന്നു. ഞാൻ പോവില്ല. അയ്യോ, ഇനി എനിക്ക് കളിക്കാൻ വയ്യ. ആവശ്യമില്ലാത്ത സ്റ്റെപ്പുകളൊക്കെ കെട്ടി. അയ്യോ, എന്റെ അടപ്പളവി. അമ്മ, ഭവതി, ഇനി ഞാൻ പോയിക്കോട്ടെ. ഭവതി, പൂജാമുറിയിൽ ചെന്ന് നോക്കൂ. എന്റെ തനി കുണം കാണാം. ഈ തനി സ്വരൂപം കാണാം. വിട തന്നാലും മാതേ, വിട തന്നാലും. അല്ലയാ, ഇന്നാ നീ പറഞ്ഞ പൈസ വേണം. ഇനി എന്റെ 5,000 5,000 ഏത് വകയില്? അതെന്തൊരു സംസാരോടെ? എന്റെ കമ്മീഷൻ 5,000 രൂപയ്ക്ക് നീ എന്തോന്ന് അഭിനയിച്ചേ? എന്തോന്ന് അഭിനയിച്ചെന്നാ? എടാ, ഇതിന്റെയൊക്കെ വാടക കൊടുക്കണോന്ന്. കോസ്റ്റ്യൂം, തൊപ്പി, വീണ, എന്തോന്ന്? ഗിറ്റാർ, ഊത്ത്. ആര്? ഞാൻ. എടാ, ഇതിന്റെയൊക്കെ പൈസ കൊടുക്കണം. നീ പൈസ ആടേ. ഓക്കെ, എല്ലാം കൂടെ പിടിച്ചോ. ഒരു 100 രൂപ കൊണ്ടുപോയി ഷൈൻ ചെയ്യും. 100 രൂപ? എടാ, 5,000 രൂപ താടാ. 5,000 ഗുണവാ ഒരാഴ്ച. അപ്പൊ നീ തരൂലല്ലേ? നിനക്കുള്ള പണി ഞാൻ വെച്ചിട്ടുണ്ടാ. 500, 1000. കാശ് പണം കൊട്ട് മണി കാശ് പണം കൊട്ട് മണി. സുഗന്ധി, എടി സുഗന്ധി, ഇങ്ങോട്ട് ഇറങ്ങി വാടി. ഇന്ന് ദൈവം വന്നതിന്റെ ചെലവായിട്ട് എടി നമുക്കൊരു സിനിമയ്ക്ക് പോവാം. എടി സുഗന്ധി. എടി, നിന്നെ ഞാൻ ഇന്ന് സിനിമയ്ക്ക് കൊണ്ടുപോകും. എടി, നിന്റെ കഴുത്തിൽ കിടന്ന മാല എവിടെ? എടി, കൈ കിടന്ന വള എവിടെ? എടി, നിന്റെ കമ്മൽ എവിടെ? കണ്ടു, ഞാൻ മാത്രമേ കണ്ടുള്ളൂ. എനിക്ക് മാത്രം ദർശനം കിട്ടിയുള്ളൂ. വേറെ ആരും കണ്ടില്ല. എന്റെ കൃഷ്ണ. ഓ, നിന്ന് നവ്യാനാരി കളിക്കാതെ കാര്യം പറയടി. അയ്യോ, അത് വേറൊന്നുമല്ല. നിങ്ങൾ പോയതിന്റെ പിന്നാലെ ദൈവം വീണ്ടും അടുക്കള വാതിൽ ഒന്നും കൂടെ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് പാവം ദൈവം നേരത്തെ കൊടുത്ത പണം തികഞ്ഞില്ല. ഇനിയും കുറച്ചുകൂടി പണം വേണോന്ന് പറഞ്ഞു. അപ്പൊ നീ എന്ത് ചെയ്ത്? എന്റെ മാലയും വളയും കമ്മലും മോതിരവും ഞാൻ അങ്ങ് ദൈവത്തിന് സമർപ്പിച്ച്. പാവം ദൈവം അല്ലേ അണ്ണാ? കരിപ്പട്ടിനായോ? നമ്മളിപ്പോ ഇങ്ങനെ ഒരുമിച്ച് നടന്നപ്പോ വലിയ പിരിയാൻ പറ്റാത്തൊരു ബന്ധായി അല്ലേ? ഞാനൊരു കാര്യം ചോദിച്ച സമ്മതിക്കോ? അനുഗ്രഹത്തിനായിരിക്കും, വാങ്ങിക്കോളൂ. എന്ത് കാര്യത്തിന്? നവീല് ഞാൻ ചോദിക്കണ എന്താ വെച്ചാല്, നിങ്ങൾ പാതാളത്തിലേക്ക് പോകുമ്പോ ഈ പ്രാവശ്യം ഞാനും കൂടി അങ്ങോട്ട് വന്നാലോ? അടിച്ചങ്ങോട്ട് പൊളി. എന്താണ് മാവേലി?